നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. ഷാർജയിൽ മലയാളി യുവതിയെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പുതിയ ജോലിയിൽ പ്രവേശിക്കാനിരിക്കെയാണ് മരണം. ചവറ തെക്കുംഭാഗം കോയിവിള സ്വദേശിനി അതുല്യ ശേഖറാണ് മരിച്ചത്. അതുല്യ ജീവനൊടുക്കില്ല. നേരിട്ടത് കടുത്ത പീഡനമെന്ന് അച്ഛൻ രാജശേഖരൻ പിള്ള. അതുല്യ നേരിട്ടത് കൊടും ക്രൂരതയെന്ന് വെളിപ്പെടുത്തൽ. അതുല്യ സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശം പുറത്ത്. തേവലക്കരയിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുന്റെ മരണം. സ്കൂൾ മാനേജ്മെന്റിനെതിരെ കേസെടുത്തു. ശാസ്താംകോട്ട പോലീസാണ് കേസെടുത്തത്. സൈക്കിൾ ഷെഡ് കെട്ടിയ സമയത്തെ മാനേജ്മെന്റും സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയ പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർക്കെതിരെയും കേസെടുത്തു. ബൈക്ക് വൈദ്യുതി പോസ്റ്റിനും മതിലിനും ഇടയിലേക്ക് ഇടിച്ചു കയറി യുവാവ് മരിച്ചു. ശൂരനാട് തെക്ക് ഇരവിച്ചിറ തെക്ക് പതാരം സ്വദേശി മുഹമ്മദ് ഷാഫിയാണ് മരിച്ചത്. പതാരം റോഡിൽ കുമരഞ്ചിറ ക്ഷേത്രത്തിന് സമീപത്തായിരുന്നു അപകടം. ഒരാൾക്ക് ഗുരുതര പരിക്ക്. വിശദമായ വാർത്തകളിലേക്ക്. ഷാർജയിൽ മലയാളി യുവതിയെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പുതിയ ജോലിയിൽ പ്രവേശിക്കാനിരിക്കെയാണ് മരണം. ചവറ തെക്കുംഭാഗം കോയിവിള സ്വദേശിനി അതുല്യ ശേഖറാണ് മരിച്ചത്. 30 വയസ്സായിരുന്നു. ഷാർജ റോള പാർക്കിന് സമീപത്തെ ഫ്ളാറ്റിലാണ് മൃതദേഹം കണ്ടത്. ചവറ തെക്കുംഭാഗം കോയിവിള സ്വദേശിനി തട്ടാന്റെ വടക്കതിൽ അതുല്യ ഭവനത്തിൽ 30-കാരിയായ അതുല്യ ശേഖരനെയാണ് ഷാർജയിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശനിയാഴ്ച പുലർച്ചെയാണ് ഷാർജ റോള പാർക്കിന് സമീപത്തെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ അതുല്യയെ കണ്ടെത്തിയത്. 1 വർഷമായി ഇവർ ഷാർജയിൽ താമസിക്കുകയായിരുന്നു. ശനിയാഴ്ച സഫാരി മാളിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൽ പുതുതായി ജോലിയിൽ പ്രവേശിക്കേണ്ടതായിരുന്നു. ദുബായിലെ അരോമ കോൺട്രാക്ടിംഗ് കമ്പനിയിലെ എഞ്ചിനീയർ സതീഷ് ശങ്കറിന്റെ ഭാര്യയാണ്. ദമ്പതിമാരുടെ ഏകമകൾ ആരാധിക നാട്ടിലെ സ്കൂളിലാണ് പഠിക്കുന്നത്. സതീഷും അതുല്യയും തമ്മിൽ വഴക്കിടാറുണ്ടെന്ന് ബന്ധുക്കൾ പറഞ്ഞു. സതീഷ് ശങ്കർ കൂട്ടുകാർക്കൊപ്പം അജ്മാനിൽ പോയി പുലർച്ചെ മടങ്ങിയെത്തിയപ്പോഴാണ് അതുല്യയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാജശേഖരൻ പിള്ള, തുളസിഭായ് പിള്ള ദമ്പതികളുടെ മകളാണ്. ഷാർജയിലെ ഫോറൻസിക് വിഭാഗത്തിലെ നടപടികൾക്ക് ശേഷമാകും മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരിക. അതുല്യ ഗാർഹിക പീഡനം അനുഭവിച്ചതായി ബന്ധുക്കൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചവറ. ഷാർജയിൽ ഫ്ളാറ്റിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ തെക്കുംഭാഗം സ്വദേശിനി അതുല്യ നേരിട്ടത് കൊടും ക്രൂരതയെന്ന് വെളിപ്പെടുത്തൽ. അതുല്യ സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശം പുറത്ത്. എന്നെ അയാൾ ചവിട്ടിക്കൂട്ടി, ജീവിക്കാൻ പറ്റുന്നില്ലെന്നും ശബ്ദ സന്ദേശം. ഇത്രയൊക്കെ കാണിച്ചിട്ടും അയാൾക്കൊപ്പം നിൽക്കേണ്ട അവസ്ഥയാണ്. ധൈര്യമില്ലാത്തതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യാത്തതെന്നും അതുല്യ സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. ഇന്നലെ നീ വിളിച്ചു വെച്ചതിന് ശേഷം ഞാൻ അമ്മയെ വിളിച്ചിടും. അയാളെ പറ്റി ഉറങ്ങാനായിട്ട് കിടന്നു. ഞാൻ പറഞ്ഞില്ല, ഞാൻ അടുത്ത് മിണ്ടാത്തൊന്നുമില്ലായിരുന്നു. ഞാൻ താഴെ കിടക്കുമായിരുന്നു. അമ്മ ഞാൻ പുതപ്പ് കൂടി സംസാരിച്ച അമ്മ എടുത്തു. നീ പോയ കാര്യങ്ങളൊക്കെ അതിനാണ്. ഷാർജയിൽ ഫ്ളാറ്റിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ തെക്കുംഭാഗം സ്വദേശിനി അതുല്യ നേരിട്ടത് കൊടും ക്രൂരതയാണെന്ന് ശബ്ദ സന്ദേശത്തിലൂടെ വ്യക്തമാകുന്നു. എന്നെ ചവിട്ടിക്കൂട്ടി, എനിക്ക് വയ്യ, അനങ്ങാൻ വയ്യ, വയറെല്ലാം ചവിട്ടി, സഹിക്കാൻ പറ്റുന്നില്ല എന്നാണ് സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശത്തിൽ അതുല്യ പറയുന്നത്. ചവിട്ടിക്കൂട്ടി തന്നെ ഡിസ്റ്റർബൻസ് ആണ്, ഉറങ്ങുന്നതിനും പറഞ്ഞു. എനിക്ക് വയ്യാടി, അനങ്ങാൻ വയ്യ, വയറെല്ലാം ചവിട്ടി, സഹിക്കാൻ പറ്റുന്നില്ല. ഇത്രയൊക്കെ കാണിച്ചിട്ട് അയാളുടെ കൂടെ തന്നെ അയാളുടെ കൂടെ നിൽക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. പറ്റുന്നില്ല, സൂയിസൈഡ് ചെയ്യാൻ പോലുള്ള ധൈര്യമില്ല എനിക്ക്. വിവാഹം കഴിഞ്ഞതു മുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും 17ാം വയസ്സിലാണ് അതുല്യയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞതെന്നും 18ാം വയസ്സിലായിരുന്നു വിവാഹമെന്നും അതുല്യയുടെ സുഹൃത്ത് പറഞ്ഞു. ശാരീരികവും മാനസികവുമായ പീഡനം തുടർന്നിരുന്നു. അതുല്യയ്ക്കാകട്ടെ സതീഷിനോട് വലിയ സ്നേഹവുമായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചവറ. മദ്യപിച്ചെത്തി മനോനില തെറ്റിയാളെ പോലെയാണ് സതീഷ് ഇടപെട്ടിരുന്നതെന്ന് അതുല്യയുടെ അമ്മ തുളസിഭായ്. മകളെ ഒരുപാട് ഉപദ്രവിച്ചിരുന്നതായും ഇവർ പറഞ്ഞു. RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ അതുല്യയുടെ വീട് സന്ദർശിച്ചു.
ഭർത്താവ് സതീഷ് നിരന്തരം മർദ്ദിക്കുമായിരുന്നെന്ന് അതുല്യയുടെ അമ്മ തുളസിഭായി പറഞ്ഞു. സ്ഥിരം മദ്യപാനിയാണ് സതീഷ്. മദ്യപിച്ചു വന്ന് അതുല്യയെ ക്രൂരമായി മർദ്ദിക്കും. എന്തിനാണ് ഇങ്ങനെ സഹിച്ചു കഴിയുന്നതെന്ന് മകളോട് പലതവണ ചോദിച്ചിട്ടുണ്ട്. അതുല്യയോട് നാട്ടിലേക്ക് വരാൻ പറയുമ്പോൾ മാപ്പ് പറഞ്ഞ് സതീഷ് മകളെ ബ്രെയിൻ വാഷ് ചെയ്ത് നിർത്തുകയായിരുന്നെന്നും തുളസിഭായി പറഞ്ഞു. ഒരിക്കലും മരിക്കാനായിരുന്നു. ഇതിനുമ്പേ അവള് മരിച്ചേനെ. ഇത്രയൊക്കെ ഉപദ്രവിക്കുമ്പോൾ എന്റെ കുടിമോളെ ഓർത്ത അവളെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവിടെ കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. എന്നിട്ട് ഒരാഴ്ചയ്ക്കും പറഞ്ഞു ഈ വർഷം അവളെ അവിടെ ചേർക്കുവാന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞു എന്റെ കുഞ്ഞിനെ അവിടെ ചേർക്കണ്ട, ഇപ്പൊ അവൾക്ക് ഇംഗ്ലീഷ് ഗ്രാമറൊക്കെ അടിസ്ഥാനം പഠിപ്പിക്കുന്ന സമയമാണ്, അതുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. നിനക്ക് പെൺകുഞ്ഞാന്ന് പറഞ്ഞ് നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, അതിന് അയക്കുന്ന സമയത്തായാലും അതെങ്ങനെങ്കിലും പഠിച്ചൊരു ജോലി തേടട്ടെ, കല്യാണമൊക്കെ പിന്നെ എന്നാലും അവരെ വേണ്ടാന്ന് വെച്ചിട്ട് നീ വാ എന്നതൊക്കെ ഞാൻ പറഞ്ഞു. അന്നേരം നമ്മൾ പേടിക്കണ്ട, ഞാൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യുന്നു. അഥവാ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അമ്മ വിചാരിച്ചോണം എന്നെ അയാൾ തല്ലിക്കൊണ്ടു. അങ്ങനെ 2-3 വട്ടം എന്റെ കുടിമോളോടും പറഞ്ഞു, മോളെ അമ്മ ഒരിക്കലും ആത്മഹത്യ ചെയ്യത്തില്ല, അഥവാ അമ്മ ചത്താൽ നിന്റെ അച്ഛൻ കൊന്തയാന്ന് വിചാരിച്ചോണമെന്നില്ലായിരുന്നു. അങ്ങനെ അവളെ വീഡിയോയിലൊക്കെ ഉണ്ട്. അങ്ങനെ പറയുന്ന കുഞ്ഞൊരിക്കലും അതുമെല്ലാം പിറ്റേന്ന് ജോലിക്ക് പോവാൻ ഇരിക്കുന്ന തുണിയൊക്കെ മേടിച്ചുകൊണ്ടൊന്ന് അനിയത്തിയതായിരുന്നു. അവിടെ ബർത്ത്ഡേ രാത്രി അവള് 12:30 നാല് സ്റ്റാറ്റസ് ഇട്ട് സന്തോഷത്തോടൊക്കെ ചിരിച്ചോണ്ട് നിൽക്കുന്ന ഫോട്ടോകളൊക്കെ കണ്ടു കാണുന്നുണ്ട്. ആ കുഞ്ഞ് ചാവും ഒരിക്കലും. അതുമല്ല അവള് മരിക്കുന്ന കിട്ടുക അവൾക്ക് നോക്കില്ല, പേടിയാവും. മരിക്കുന്ന പേടിയാവും. അങ്ങനെ അവൾക്ക് ജീവിക്കണമെന്നുള്ള കൊതിയാ. ഇതേസമയം RSP സംസ്ഥാന സെക്രട്ടറിയും മുൻ മന്ത്രിയുമായ ഷിബു ബേബി ജോൺ അതുല്യയുടെ വീട്ടിലെത്തി. മാതാപിതാക്കളെ ആശ്വസിപ്പിച്ചാണ് അദ്ദേഹം മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, ചവറ. അതുല്യ ജീവനൊടുക്കില്ല, നേരിട്ടത് കടുത്ത പീഡനമെന്ന് അച്ഛൻ രാജശേഖരൻ പിള്ള. പലതവണ ഇയാളെ വിലക്കിയിരുന്നതായും നേരത്തെ വീട്ടിൽ വിളിച്ചുകൊണ്ട് വന്നിരുന്നതായും പിന്നീട് ഭർത്താവ് വന്ന് കരഞ്ഞു പറഞ്ഞപ്പോഴാണ് തിരികെ പോയതെന്നും പിതാവ് പറഞ്ഞു. മകൾ ഒരിക്കലും ജീവനൊടുക്കില്ലെന്നും വർഷങ്ങളായി കടുത്ത പീഡനമാണ് ഭർത്താവ് സതീഷ് ശങ്കറിൽ നിന്നും നേരിട്ടിരുന്നതെന്നും അതുല്യയുടെ അച്ഛൻ രാജശേഖരൻ പിള്ളയും അമ്മ തുളസിഭായ് പിള്ളയും പറഞ്ഞു. മദ്യപിച്ചാൽ സതീഷ് മറ്റൊരാളായി മാറും. പിന്നെ ഒരു കാരണവുമില്ലാതെ മർദ്ദനം തുടങ്ങും. കഴിഞ്ഞ വർഷം മർദ്ദനം പരിധി വിട്ടപ്പോൾ മകളെ വിളിച്ചുകൊണ്ടുവന്ന് വീട്ടിലാക്കി. സതീഷ് എത്തി കരഞ്ഞ് കാലുപിടിച്ചതോടെ അതുല്യ തന്നെ മനസ്സലിഞ്ഞ് ഭർത്താവിനൊപ്പം പോവുകയായിരുന്നു. ഒരു തവണ വേർപിരിയലിന്റെ വക്കിലെത്തിയ ബന്ധമാണ്. ഒടുവിൽ കൗൺസിലിംഗിലൂടെയാണ് വീണ്ടും ഒരുമിക്കാൻ തീരുമാനിച്ചത്. അന്നും മർദ്ദനങ്ങളൊന്നും ഇനി ഉണ്ടാവില്ലെന്നായിരുന്നു സതീഷ് പറഞ്ഞത്. പിന്നെയും മാറ്റമൊന്നും ഉണ്ടായില്ലെന്ന് രാജശേഖരൻ പിള്ള പറഞ്ഞു. കഴിഞ്ഞ 1 വർഷം മുമ്പ് ഇതുകൊണ്ടൊക്കെ ഇഷ്യൂ ഉണ്ടായതായിരുന്നു. അപ്പം ഞാനവിടെ ഉണ്ട്, അപ്പോൾ ദുബൈയിലുണ്ട സമയത്തായിരുന്നു. അന്ന് ഇതുകൊണ്ടൊക്കെ കുറേ ഉപദ്രവമൊക്കെ ആയപ്പോൾ കൈയൊക്കെ മുറിഞ്ഞായിരുന്നു കുഞ്ഞിൻ്റെ. അപ്പോൾ ഞാൻ പോയി പിന്നെ അന്ന് വിളിച്ചുകൊണ്ട് വന്നായിരുന്നു. തിരിച്ച് വിളിച്ചുകൊണ്ട് വന്ന് ഞാൻ വിചാരിച്ചു ഇനി അവൻ്റെ കൂടെ വിടുന്നില്ലെന്ന് വിചാരിച്ച് ഒത്തുറപ്പായിരിക്കുക. അപ്പോൾ ഇവൻ പിന്നെയും ഒരു ദിവസം കഴിയുമ്പോൾ വീണ്ടും വന്ന് അവിടെ കരഞ്ഞ് കാല് പിടിക്കുമ്പോൾ ഏത് പിള്ളേരായാലും മനസ്സ് അലിഞ്ഞു പോയിരിക്കും. ഇത് സാധാരണ അങ്ങനെ പറയുകയല്ല, അവൻ യഥാർത്ഥത്തിൽ കരഞ്ഞ് കാലേ വീഴും. അവൻ്റെ ഒരു സ്വഭാവം അതാണ്. അതെല്ലാം കഴിഞ്ഞ് കൊണ്ടുപോയി പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ഓവറായിട്ട് മദ്യപിക്കുകയാണെങ്കിൽ ഒരു മിനിമം ഒക്കെ ആണെങ്കിൽ അത്ര പ്രശ്നം വരത്തില്ല. എപ്പോഴും ഓവറായിട്ട് മദ്യം വന്നു കഴിഞ്ഞാൽ അവൻ നമ്മൾ വയലൻ്റാവും. വയലൻ്റായി പിന്നെ എന്തെങ്കിലും കാര്യമില്ലാത്ത കാര്യം ഉണ്ടാക്കിയിട്ട് ഉപദ്രവവും അങ്ങോട്ടും ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും. വളരെ മൃഗീയമായ രീതിയിലുള്ള കാര്യങ്ങൾ, നമ്മളാരും ഉദ്ദേശിക്കാത്ത രീതിയിലുള്ള പ്രവൃത്തിയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. അവൻ ചെയ്യുന്നത് എന്താണെന്ന് അവന് പോലും അറിയത്തില്ല. ആ രീതിയിലുള്ള കൈ കിട്ടുന്ന എടുത്ത് ഉപദ്രവിക്കുക, കസേര എടുത്ത് അടിക്കുക, കത്തി കൊണ്ട് പോറുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അറിയാനൊന്നുമില്ല. ഇത് അവൻ്റെ ഉപദ്രവം കൊണ്ട് ആ കുഞ്ഞ് എന്നെ സഹിക്കാൻ വയ്യാതെ അഥവാ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് അങ്ങനെ ചെയ്തായിരിക്കാം. ഇത് അങ്ങനെ ഒരിക്കലും അവൾ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പില്ല. കാര്യം കുഞ്ഞിനോട് അത്ര സ്നേഹമുള്ള ഒരു ദിവസം 4-5 പ്രാവശ്യം അവളെ വിളിച്ച് കുഞ്ഞിവിടെ ഉണ്ട്, കുഞ്ഞിനെ നമ്മൾ അറിയിച്ചിട്ടില്ല, അവള് അപ്പുറത്തെ വീട്ടിൽ പോയി നിൽക്കുക. 25 വർഷം സൗദിയിലായിരുന്ന രാജശേഖരൻ പിള്ള ഇപ്പോൾ നാട്ടിൽ ഓട്ടോറിക്ഷ ഓടിക്കുകയാണ്. അദ്ദേഹത്തിനും ഭാര്യ തുളസിഭായ്ക്കുമൊപ്പം നാട്ടിലാണ് അതുല്യയുടെ മകൾ 10 വയസ്സുകാരി ആരാധ്യ. തമാശയും പറഞ്ഞു വെച്ചത് അറിയുന്നുണ്ട് കുഞ്ഞിങ്ങനെ പാലാണ്. നേരത്തെ എന്തെങ്കിലും നമ്മൾ പരാതി എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? നേരത്തെ കേസ് കൊടുത്ത ഗാർഹിക പീഡനത്തിനാണോ? ഗാർഹിക പീഡനത്തിന് കോടതി മുഖേന കൊടുത്തതാണ്. നമ്മുടെ കരുനാഗപ്പള്ളി. അതുല്യയുടെ അമ്മ തുളസിഭായിയുടെ പരാതിയിൽ തെക്കുംഭാഗം പോലീസ് ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചവറ. ഏരൂരിൽ ഓയിൽ പാം തൊഴിലാളിക്ക് മർദ്ദനമേറ്റു.
വിളക്കുപാറ കൊച്ചുകുളം ക്വാർട്ടേഴ്സിൽ താമസിച്ചു വരുന്ന ബിജുവിനാണ് മർദ്ദനമേറ്റത്. തലയ്ക്കും കാലുകൾക്കും ഗുരുതരമായി പരിക്കേറ്റ തൊഴിലാളി അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വിളക്കുപാറ കൊച്ചുകുളം ക്വാർട്ടേഴ്സിൽ താമസിച്ചു വരുന്ന ബിജുവിനാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ തൊഴിലാളിയായ ഷൈജുമോനെയും ഓട്ടോ ഡ്രൈവർ ശ്രീകുമാറിനെയും ഏരൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കസ്റ്റഡിയിലുള്ള ഓട്ടോ ഡ്രൈവർ ശ്രീകുമാറിന്റെ ഭാര്യ ഓയിൽ ഫാമിലെ തൊഴിലാളിയാണ്. എന്നാൽ പല ദിവസങ്ങളിലും ക്വാർട്ടേഴ്സിന് മുന്നിൽ ശ്രീകുമാർ എത്തുന്നത് മർദ്ദനമേറ്റ ബിജു ചോദ്യം ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് തൊഴിലാളിയായിട്ടുള്ള ഷിജുമോനും ശ്രീകുമാറും ചേർന്ന് തന്നെ മർദ്ദിച്ചതായാണ് ബിജു പോലീസിന് മൊഴി നൽകിയത്. മർദ്ദനമേറ്റ ബിജു CPI ഭാരതിപുരം ലോക്കൽ കമ്മിറ്റി അംഗവും എസ്റ്റേറ്റിലെ A ഡിവിഷനിലെ കൺവീനറുമാണ്. സംഭവത്തിൽ ഏരൂർ പോലീസിന്റെ ഭാഗത്തുനിന്നും ശക്തമായ നടപടികൾ ഉണ്ടാവണമെന്ന് ഓയിൽ പാം AITUC തൊഴിലാളി യൂണിയൻ ആവശ്യപ്പെട്ടു. പറയുന്ന ആളുകളോട് രാഷ്ട്രീയപരമായിട്ടുള്ള വിരോധങ്ങളുണ്ട്. ഓയിൽ പാമിൽ തന്നെ നിരവധി വിഷയങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള കക്ഷികളാണ് ഈ പറഞ്ഞതുപോലെ ഇതിനെ ആക്രമിച്ചതിൽപ്പെട്ട ഒരാൾ. അപ്പൊ അത്തരത്തിലേക്ക് ഇതിനെ കരുതിക്കുട്ടിയുള്ള ആക്രമണമാണ് ഞങ്ങൾ കാണുന്നത്. ഇതിനെ വളരെ ശക്തമായ നടപടികൾ ഉണ്ടാവണം. കാരണം ഇത് പുറത്തുള്ള തൊഴിലാളി അകത്തെ തൊഴിലാളി തമ്മിലുള്ള വിഷയമല്ല, പുറത്തുള്ള ഒരാളുടെ സഹായത്തിലാണ് ഇതുപോലെ ക്വാർട്ടേഴ്സിന് സമീപത്ത് വെച്ച് ഇയാളുടെ ക്വാർട്ടേഴ്സിന് സമീപത്ത് വെച്ചാണ് ഇയാളെ മർദ്ദിച്ച് അവശനാക്കിയിരിക്കുന്നത്. വളരെ ദാരുണമായിട്ട് ഇയാളെ തല അടിച്ചു പൊട്ടിക്കുകയും ഇയാളുടെ കാലിന് പരിക്കേൽക്കുകയും ഉണ്ടായിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ശക്തമായ അന്വേഷണം ഉണ്ടാവണമെന്നുള്ളതാണ്. എന്നാൽ സംഘർഷത്തിൽ ഓട്ടോ ഡ്രൈവറായിട്ടുള്ള ശ്രീകുമാറിനും പരിക്കേറ്റിട്ടുണ്ട്. ഏരൂർ പോലീസ് സംഭവം അന്വേഷിച്ചു വരികയാണെന്നും കുറ്റക്കാർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 3 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിലാണ് ശക്തമായ മഴ സാധ്യത നിലനിർത്തി ഓറഞ്ച്, യെല്ലോ അലർട്ടുകൾ നൽകിയത്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 3 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിലാണ് ശക്തമായ മഴ സാധ്യത നിലനിർത്തി ഓറഞ്ച്, യെല്ലോ അലർട്ടുകൾ നൽകിയത്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ശക്തമായ മഴ മുന്നറിയിപ്പുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. സംസ്ഥാനത്ത് മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരുകയാണ്. വടക്കു പടിഞ്ഞാറൻ രാജസ്ഥാന് മുകളിലായി തീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നതിന്റെ സ്വാധീന ഫലമായാണ് സംസ്ഥാനത്ത് മഴ തുടരുന്നത്. ജൂലൈ 24ഓടെ വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാനും സാധ്യതയുണ്ട്. ശക്തമായ മഴയ്ക്കൊപ്പം 50 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. മലയോര തീരദേശ മേഖലയിലുള്ളവരും താഴ്ന്ന ഭാഗങ്ങളിൽ താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അടിയന്തര സാഹചര്യങ്ങളിൽ മാറി താമസിക്കണമെന്ന നിർദ്ദേശം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. സംസ്ഥാനത്ത് സ്വകാര്യ ബസ്സുകൾ 22 മുതൽ അനിശ്ചിതകാലത്തേക്ക് പണിമുടക്കും. ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കോർഡിനേഷൻ കമ്മിറ്റിയാണ് ഇക്കാര്യം അറിയിച്ചത്. അതേസമയം ബസ് ഓപ്പറേറ്റേഴ്സ് ഫോറം പണിമുടക്കിൽ പങ്കെടുക്കുന്നില്ല. ഗതാഗത മന്ത്രി KV ഗണേഷ് കുമാർ സംഘടനകളുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് ഫോറം പണിമുടക്കിൽ നിന്നും പിന്മാറുകയായിരുന്നു. മറ്റ് സംഘടനകൾ പണിമുടക്കുമായി മുന്നോട്ടു പോകാൻ തീരുമാനിക്കുകയും ചെയ്തു. ദീർഘദൂര ലിമിറ്റഡ് സ്റ്റോപ്പ് അടക്കമുള്ള മുഴുവൻ പെർമിറ്റുകളും അതേപടി പുതുക്കുക, വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് ഉയർത്തുക, ചെല്ലാൻ വഴി പോലീസ് അനാവശ്യമായി പിഴ ഈടാക്കി ബസ്സുടമകളെ ദ്രോഹിക്കുന്ന നടപടി അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സർവീസ് നിർത്തിവെക്കുന്നതെന്ന് കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. ബസ്സുടമകൾ പണിമുടക്ക് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഗതാഗത കമ്മീഷണർ ബസ്സുടമകളുമായി ആദ്യഘട്ടത്തിൽ ചർച്ച നടത്തിയിരുന്നു. എന്നാൽ ചർച്ച പരാജയപ്പെടുകയായിരുന്നു. തുടർന്ന് 7-ാം തീയതി സൂചന പണിമുടക്ക് നടത്തി. ഇതിനുശേഷമാണ് ബസ്സുടമകൾ അനിശ്ചിതകാല പണിമുടക്ക് പ്രഖ്യാപിച്ചത്. ന്യൂസ് ബ്യൂറോ, ചവറ. ഇടതുപക്ഷം ബന്ധുക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ബന്ധുപക്ഷ പാർട്ടിയായി മാറിയെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി. അഴിമതിക്കും സ്വജന പക്ഷപാതത്തിനും എതിരെ BJP കൗൺസിലർമാർ കൊല്ലം കോർപ്പറേഷന് മുന്നിൽ നടത്തിയ 24 മണിക്കൂർ ഉപവാസത്തിന്റെ സമാപന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അനൂപ് ആന്റണി. അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനുമെതിരെ BJP കൗൺസിലർമാർ കൊല്ലം കോർപ്പറേഷന് മുന്നിൽ നടത്തിയ 24 മണിക്കൂർ ഉപവാസ സമരം സമാപിച്ചു. കൊല്ലം കോർപ്പറേഷനിൽ BJP ഉയർത്തിയ അഴിമതി കൊല്ലത്തെ മാത്രമല്ല മറിച്ച് കേരളത്തിൽ ഇടതും കോൺഗ്രസും ഭരിക്കുന്ന കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, പഞ്ചായത്തുകളിലും നിലനിൽക്കുന്നെന്ന് സമാപന യോഗത്തിൽ സംസാരിക്കുകയായിരുന്ന BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഈ സാഹചര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾ ഇവിടെ ഭരിച്ചിരുന്ന ഓരോ കോർപ്പറേഷനും, മുനിസിപ്പാലിറ്റിയും, പഞ്ചായത്തുകളും ഭരിച്ചിരുന്ന ഇടതുപക്ഷത്തിന്റെയും കോൺഗ്രസിന്റെയും റിപ്പോർട്ട് കാർഡ് നോക്കുമ്പോൾ ഓരോ കോർപ്പറേഷനിലും ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലും ഇതേ റിപ്പോർട്ട് കാർഡ് തന്നെയാണ് പറയാനുള്ളത്. സ്വന്തക്കാരെ പിൻവാതിലിൽ കൂടെ
അതിലൂടെ നിയമിക്കുന്ന ഇടതുപക്ഷം, അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിട്ടുള്ള ഇടതുപക്ഷവും UDF-ഉം, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ പദ്ധതികൾ സാധാരണക്കാരുടെ ഏറ്റവും ആവശ്യമുള്ള, സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് ഏറ്റവും പരിഹാരമുള്ള, ഭാരതത്തിലെ ഏറ്റവും അധികം തൊഴിലില്ലായ്മയുള്ള സംസ്ഥാനമായി എന്ന് കേരളം മാറിക്കഴിഞ്ഞു കഴിഞ്ഞ 10 വർഷത്തിൽ. ഇന്ന് നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം അതിനു മുമ്പുണ്ടായിരുന്ന UDF സർക്കാരിന്റെ തൊഴിലില്ലായ്മ നിരക്കിനെ കുറച്ചിന്ന് 10% താഴെ എത്തിച്ചിരിക്കുകയാണ് നരേന്ദ്രമോദി സർക്കാർ. വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് എസ് പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വക്താവ് റിട്ടയർഡ് കേണൽ ഡിന്നി മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ പ്രകാശ് പാപ്പാടി, VS ജിതിൻ ദേവ്, ഇടവട്ട വിനോദ്, കോർപ്പറേഷൻ പാർലമെന്റ് പാർട്ടി ലീഡർ ഗിരീഷ്, കൗൺസിലർമാരായ ശൈലജ, അഭിലാഷ്, അനീഷ്, കൃപ വിനോദ്, സജിതാനന്ദ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ AG ശ്രീകുമാർ, വെള്ളിമൺ ദിലീപ്, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ശൈലേന്ദ്ര ബാബു, ബൈജു കൂനമ്പായിക്കുളം, ശശികല റാവു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. തേവലക്കരയിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുന്റെ മരണത്തിൽ സ്കൂൾ മാനേജ്മെന്റിനെതിരെ കേസെടുത്തു. ശാസ്താംകോട്ട പോലീസാണ് കേസെടുത്തത്. സൈക്കിൾ ഷെഡ് കെട്ടിയ സമയത്തെ മാനേജ്മെന്റും സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയ പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർക്കെതിരെയും കേസെടുക്കും. തേവലക്കര ബോയ്സ് സ്കൂളിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിലാണ് കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂൾ മാനേജ്മെന്റിനെതിരെ കേസെടുത്തത്. ശാസ്താംകോട്ട പോലീസാണ് കേസെടുത്തിട്ടുള്ളത്. സ്കൂൾ മാനേജർ, മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവരും പ്രതികളാകും. സൈക്കിൾ ഷെഡ് കെട്ടിയ സമയത്തെ മാനേജ്മെന്റും സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയ പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർക്കെതിരെയും കേസെടുക്കും. മാനേജ്മെന്റിനെതിരെ നടപടിയെടുക്കാതെ പ്രധാന അധ്യാപികയ്ക്കെതിരെ മാത്രം നടപടി സ്വീകരിച്ചതിനെതിരെ വിമർശനം ഉയർന്നിരുന്നു. വിദ്യാർത്ഥിയുടെ മരണത്തിൽ യഥാർത്ഥ കാരണക്കാരായ സ്കൂൾ മാനേജ്മെന്റിനെയും KSEBയെയും ഒഴിവാക്കി പ്രഥമ അധ്യാപികയ്ക്കെതിരെ നടപടി സ്വീകരിച്ചത് നീതിയല്ലെന്ന് കഴിഞ്ഞ ദിവസം KPSGA പ്രതികരിച്ചിരുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് സ്കൂളിൽ നിന്നും വൈദ്യുതാഘാതമേറ്റ് മിഥുൻ മരിച്ചത്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. SFI നേതാവായിരുന്ന അജയ് പ്രസാദ് രക്തസാക്ഷിത്വ ദിനാചരണം ക്ലാപ്പനയിൽ നടത്തി. സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന, SFIയുടെ നേതൃത്വത്തിൽ അനുസ്മരണ റാലി എന്നിവ നടത്തി. SFI നേതാവായിരുന്ന അജയ് പ്രസാദിന്റെ 18ാമത് രക്തസാക്ഷിത്വ ദിനാചരണമാണ് ക്ലാപ്പനയിൽ SFIയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത്. സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. SFIയുടെ നേതൃത്വത്തിൽ സെന്റ് ജോസഫ് UP സ്കൂളിന് സമീപത്തു നിന്നും അനുസ്മരണ റാലിയും സംഘടിപ്പിച്ചു. കുറ്റിയടത്തുമുക്കിൽ അനുസ്മരണ സമ്മേളനം നടത്തി. SFI അഖിലേന്ത്യാ പ്രസിഡന്റ് ആദർശം സജി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അവർ ഉയർത്തിപ്പിടിച്ചതുപോലെ ആശയത്തെ ആയുധം കൊണ്ട് പ്രതിരോധിക്കാൻ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം ഈ കഴിഞ്ഞ 55 വർഷക്കാലങ്ങൾ മുന്നോട്ട് പോയിട്ടില്ല. അതിന്റെ കൂടിയാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച ആശയം. ആ ആയുധത്തെ, അതിന്റെ സംവിധാനത്തെ തകർക്കാൻ പ്രാപ്തിയുള്ള ആശയമാണ് ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം ഉയർത്തിക്കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് ഇന്ന് രാജ്യത്തിനകത്ത് ആകമാനം ഈ വിദ്യാർത്ഥിയുടെ സംഘടന, ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് മാറാൻ കഴിയുന്നത്. സഖാവ് അജയ് പ്രസാദിന്റെ ഓർമ്മ പുതുക്കുമ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് രാജ്യത്തിനകത്തെ, അല്ലെങ്കിൽ കേരളത്തിനകത്തെ, ഈ കൊല്ലത്തിനകത്തെ, കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനമായി മാറാൻ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് മാറാൻ വേണ്ടി സാധിച്ചു. പക്ഷേ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ നിന്ന് അജയ് പ്രസാദിന്റെ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ മുഴുവൻ വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് സഖാവ് അജയ് പ്രസാദിന്റെ ഓർമ്മ പുതുക്കുന്നതിലൂടെ, സഖാവ് അജയ് പ്രസാദ് ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ പുതുക്കുന്നതിലൂടെ നമുക്ക് നേടാൻ കഴിയേണ്ടത്. SFI സംസ്ഥാന പ്രസിഡന്റ് M ശിവപ്രസാദ് അജയ് പ്രസാദ് സ്മാരക മെറിറ്റ് അവാർഡുകൾ വിതരണം ചെയ്തു. ഏരിയ പ്രസിഡന്റ് മഹേശ്വർ അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര കമ്മിറ്റി അംഗം ആര്യ പ്രസാദ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഗോപികൃഷ്ണൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ നജീബ്, സുനി, സുധീന്ദ്രനാഥ്, കാർത്തിക് ആനന്ദ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. യുദ്ധവിരുദ്ധ സെമിനാർ സംഘടിപ്പിച്ചു. P. ഭാസ്കരനുണ്ണി ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിലാണ് കൊല്ലത്ത് യുദ്ധവിരുദ്ധ സെമിനാറും യുദ്ധവിരുദ്ധ കവിതാവതരണവും സംഘടിപ്പിച്ചത്. കൊല്ലത്ത് P. ഭാസ്കരനുണ്ണി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലാണ് യുദ്ധവിരുദ്ധ സെമിനാർ സംഘടിപ്പിച്ചത്.
വിദേശകാര്യ വിദഗ്ധനും പ്രഭാഷകനുമായ ഡോക്ടർ ജോസഫ് ആന്റണി സെമിനാർ ഉദ്ഘാടനം ചെയ്തു. യുദ്ധം മാനവരാശിയുടെ ഭാവിയാണ് കവർന്നെടുക്കുന്നതെന്നും യുദ്ധം ഒന്നിനും ഒരു പരിഹാരവുമല്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അഡ്വക്കേറ്റ് കെ പി സജിനാഥ് അധ്യക്ഷത വഹിച്ചു. എൻ ടെനിസൺ, ഷീല ബൈജു പങ്കെടുത്തു. ബെറ്റി സാർത്രെ, ഇളവൂർ ശശി എന്നിവർ കവിതകൾ അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ബൈക്ക് വൈദ്യുതി പോസ്റ്റിനും മതിലിനും ഇടയിലേക്ക് ഇടിച്ചു കയറി യുവാവ് മരിച്ചു. ഗുരുതരമായി പരിക്കേറ്റ മറ്റൊരാളെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശൂരനാട് തെക്ക് ഇരവിച്ചിറ തെക്ക് പതാരം സ്വദേശി മുഹമ്മദ് ഷാഫിയാണ് മരിച്ചത്. പതാരം റോഡിൽ കുമരഞ്ചിറ ക്ഷേത്രത്തിന് സമീപത്തായിരുന്നു അപകടം. ബൈക്ക് ഇലക്ട്രിക് പോസ്റ്റിനും മതിലിനുമിടയിലേക്ക് ഇടിച്ചു കയറിയാണ് യുവാവ് മരിച്ചത്. ശൂരനാട് തെക്ക് ഇരവിച്ചിറ തെക്ക് പതാരം ചരുവിള പുത്തൻപുരയിൽ ഷാജിയുടെ മകൻ 19-കാരനായ മുഹമ്മദ് ഷാഫിയാണ് മരിച്ചത്. പരിക്കേറ്റ മറ്റൊരാളെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പതാരം റോഡിൽ കുമരഞ്ചിറ ക്ഷേത്രത്തിന് സമീപത്തായിരുന്നു അപകടം. എതിർദിശയിൽ നിന്നെത്തിയ ബൈക്കിന്റെ ഹാൻഡിലിൽ മുഹമ്മദ് ഷാഫിയുടെ ബൈക്ക് തട്ടിയതായി സൂചനയുണ്ട്. തുടർന്ന് മുന്നോട്ട് പോയ ബൈക്ക് പോസ്റ്റിനും മതിലിനുമിടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. പോസ്റ്റിൽ തലയിടിച്ചാണ് മരണം സംഭവിച്ചത്. ഉടൻ തന്നെ ശാസ്താംകോട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ വൈദ്യുതാഘാതമേറ്റ് മരിച്ച മിഥുന്റെ നിര്യാണത്തിൽ അഖില കേരള വിശ്വകർമ്മ മഹാസഭ അനുശോചിച്ചു. മിഥുന്റെ സംസ്കാര ചടങ്ങിൽ അഖില കേരള വിശ്വകർമ്മ മഹാസഭ നേതാക്കൾ പങ്കെടുത്തു. തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ വൈദ്യുതാഘാതമേറ്റ് മരിച്ച 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്താണ് അഖില കേരള വിശ്വകർമ്മ മഹാസഭ നേതാക്കൾ അനുശോചനം അറിയിച്ചത്. വളരെയേറെ വേദനയോടും ഞെട്ടലോടും കൂടിയാണ് നമ്മുടെ ഒരു കുടുംബാംഗമായ മിഥുൻ എന്ന കൊച്ചു പയ്യൻ്റെ അല്ലെങ്കിൽ ഏറ്റവും ഇളയ അനിയൻ്റെ ഈ ദേഹവിയോഗം, ഈ ആകസ്മികമായ അന്ത്യം. ഇന്ന് കേരളം വളരെയധികം ഞെട്ടലോടുകൂടിയാണ് ഈ മരണവാർത്ത കേട്ടതും ആ ഞെട്ടിൽ നിന്നും വിമുക്തമായിട്ടുമില്ല. വളരെയധികം മരണങ്ങൾ, അപകട മരണങ്ങൾ നമ്മുടെ ഈ സമീപകാലത്ത് ഒരുപക്ഷെ സർക്കാരിനെ കുറ്റപ്പെടുത്താതെ തന്നെ മറ്റ് ഏജൻസികളുടെയോ KCB ബോർഡായാലും അതുപോലെ മറ്റ് ഏജൻസികളാണെങ്കിലും അവരുടെയൊക്കെ നിരുത്തരവാദപരമായിട്ടുള്ള സമയോചിതമായിട്ടുള്ള ഇടപെടലും അവരുടെ ശ്രദ്ധക്കുറവും ജാഗ്രതക്കുറവും എല്ലാം അതിൻ്റെ എല്ലാം ഒരു വിക്റ്റിമാണ്, ഒരു ഇരയാണ് നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചനുജൻ മേധു. സംസ്ഥാന പ്രസിഡന്റ് VN ശശിധരൻ, സെക്രട്ടറിമാരായ ജയകുമാർ, KT ബാബു, ട്രഷറർ മുരളീധരൻ, രാജേന്ദ്രൻ, മധു, കൃഷ്ണകുമാർ, സുരേഷ് കുമാർ, അജന്ത ജയപ്രകാശ്, ശ്രീജിത്ത്, സുരേഷ് കുമാർ, സുധാമണി എന്നിവരാണ് സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത് അനുശോചനം അറിയിച്ചത്. ന്യൂസ് ബ്യൂറോ, ചവറ. പ്രധാന വാർത്തകൾ വീണ്ടും. ഷാർജയിൽ മലയാളി യുവതിയെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പുതിയ ജോലിയിൽ പ്രവേശിക്കാനിരിക്കെയാണ് മരണം. ചവറ തെക്കുംഭാഗം കോയിവിള സ്വദേശിനി അതുല്യ ശേഖറാണ് മരിച്ചത്. അതുല്യ ജീവനൊടുക്കില്ല, നേരിട്ടത് കടുത്ത പീഡനമെന്ന് അച്ഛൻ രാജശേഖരൻ പിള്ള. അതുല്യ നേരിട്ടത് കൊടും ക്രൂരതയെന്ന് വെളിപ്പെടുത്തൽ. അതുല്യ സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശം പുറത്ത്. തേവലക്കരയിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുന്റെ മരണം. സ്കൂൾ മാനേജ്മെന്റിനെതിരെ കേസെടുത്തു. ശാസ്താംകോട്ട പോലീസാണ് കേസെടുത്തത്.